എല്ലാവർക്കും കുഞ്ചമ്മ കേസിലേക്ക് സ്വാഗതം. ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുമ്പോഴത്തേക്ക് ഗിവ് എവേയും മേക്കിംഗ് വീഡിയോ ഒന്നും അല്ല കേട്ടോ. ഇന്നത്തെ വീഡിയോ എന്ന് പറയുമ്പോഴത്തേക്ക് എനിക്ക് നിങ്ങളടുത്ത് പറയാനുള്ള കുറച്ച് കാര്യങ്ങൾ ഞാനിങ്ങനെ ഒരു റിയാക്റ്റ് വീഡിയോ എന്ന് വേണമെങ്കിൽ പറയാം. കാരണം എനിക്ക് മെസ്സഞ്ചറിലല്ല, ഇന്ന് മൊത്തത്തിൽ നാക്കുളുക്കലാണ്. എനിക്ക് മെസ്സേജ് ബിസിനസ് അക്കൗണ്ടിൽ വരുന്ന, വാട്സപ്പിൽ വരുന്ന കുറേ മെസ്സേജുകളുണ്ട്. അപ്പോൾ അതിനെല്ലാത്തിനും കൂടെ ഉള്ള ഒരു റിപ്ലൈ ആണ് കേട്ടോ. ഞാൻ പറഞ്ഞില്ല, ഇന്ന് കാലത്ത് മുതൽ എനിക്ക് നാക്കുളുക്കലാണ്. എന്ത് പറ്റിയെന്നറിയാൻ വയ്യ. പല്ലൊക്കെ തേച്ച്, പക്ഷേ നാക്കുളുക്കലാണ്. അപ്പോൾ റിയാക്റ്റ് വീഡിയോയാണ്. കുറേ പേര് എൻ്റെ അടുത്ത് കുറേ ഡൗട്ടുകൾ ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ച ആദ്യമേ ഒരു ലൈവായിട്ടൊരു വീഡിയോ ഇടാമെന്ന് വിചാരിച്ച്. Q&A പോലെ നിങ്ങൾക്ക് ഉള്ള ഡൗട്ടുകളൊക്കെ ചോദിക്കാം, എന്നെക്കൊണ്ട് പറ്റുന്ന കാര്യങ്ങളാണെങ്കിൽ മറുപടി പറയാം എന്നൊക്കെയാണ് ഞാൻ വിചാരിച്ചത്. പിന്നെ എനിക്കൊരു പേടി, ലൈവ് ആകുമ്പോൾ നമുക്ക് ഫിൽറ്റർ ഇട്ട് ചെയ്യാൻ പറ്റത്തില്ലല്ലോ. അതുകൊണ്ടൊന്നും അല്ല കേട്ടോ. പിന്നെ ഞാൻ ലൈവ് ഒന്നും ഇതുവരെയും ചെയ്തിട്ടില്ല. അതുകൊണ്ട് ഞാൻ വിചാരിച്ച് ഇങ്ങനെ ഒരു വീഡിയോ ആയിട്ട്, അതായത് എനിക്ക് വന്ന കുറേ ചോദ്യങ്ങൾക്കെല്ലാം കൂടെ ഉത്തരം ഞാനിങ്ങനെ എനിക്ക് പറയാൻ പറ്റുന്ന, എന്നെക്കൊണ്ട് ഒക്കുന്ന രീതിയിൽ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പം വീഡിയോ ഉപയോഗപ്രദമാണ് എന്നുള്ളവർ വീഡിയോ തുടർന്ന് കാണുക, അല്ലാത്തവർക്ക് സ്കിപ്പ് ചെയ്തു പോകാം. പിന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ കൊണ്ട് എന്തെങ്കിലും ഒരു ഉപയോഗം ഉണ്ടായിട്ടുണ്ട് എന്ന് വെച്ചാൽ, ഞാൻ പറഞ്ഞത് വെച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ബെനിഫിറ്റ് അതിൽ നിന്ന് കിട്ടുമെന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്തുള്ള ബെല്ലൈക്കണും കൂടെ നിൽക്കാൻ വേണ്ടിയിട്ട് നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം കേട്ടോ. അപ്പോൾ ഞാൻ എന്നാൾക്ക് പറഞ്ഞല്ലോ, എനിക്ക് എൻ്റെ സ്റ്റാൻഡ് ഇതുവരെയും വന്നിട്ടില്ല. അത് കാരണം ഞാൻ കൈ കൊണ്ട് ഇങ്ങനെ പിടിച്ചൊക്കെ വെച്ചിട്ടാണ് വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ അതാണ് കാര്യം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഇനി നമുക്ക് കാര്യത്തിലേക്ക് കിടക്കാം. അപ്പോൾ ആദ്യമേ തന്നെ പറയാം, ഞാനൊരു വലിയ യൂട്യൂബറൊന്നുമല്ല. യൂട്യൂബർ വൈസ് നോക്കുമ്പോഴത്തേക്ക് ഞാനൊരു വലിയ യൂട്യൂബറൊന്നുമല്ല. എൻ്റെ ചാനലൊക്കെ മോണിറ്റൈസായി ചെറിയ 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 പൈസയൊക്കെ കയറുന്നുണ്ട്. എന്നല്ലാതെ ഞാനൊരു വലിയ യൂട്യൂബറൊന്നുമല്ല. അപ്പോൾ എൻ്റെ മെയിൻ ഉദ്ദേശം എന്ന് പറയുമ്പോൾ വലിയൊരു യൂട്യൂബർ ആവുക എന്നുള്ളതല്ല. എനിക്കിപ്പോൾ എൻ്റെ ഒരു ബ്രാൻഡ്, അത് എന്ന് വെച്ചാൽ നമ്മൾ ചെയ്യുന്ന ഒരു പരിപാടി മീൻസ് ഒരു ചെറിയ ഒരു ബിസിനസ് മറ്റുള്ളവരിലേക്ക് എത്തിക്കുക, അതിൽ നിന്ന് നമുക്ക് ഏണിങ്സ് ഉണ്ടാക്കുക എന്നുള്ള ഒരു ഉദ്ദേശത്തോടു കൂടിയാണ് ഞാൻ ഈ ചാനൽ തുടങ്ങിയത്. അല്ലാതെ യൂട്യൂബിൽ നിന്ന് പൈസ കിട്ടി കോടീശ്വരി ആവാം എന്നുള്ളൊരു ഉദ്ദേശത്തോടു കൂടിയല്ല ഞാൻ ഈ ചാനൽ തുടങ്ങിയത്. അത് നിങ്ങൾക്ക് എൻ്റെ വീഡിയോ എല്ലാം നോക്കിയാൽ കാണാം. അങ്ങനെ ഒരുപാട് വീഡിയോസിലൊന്നും ഞാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനോ അല്ലെങ്കിൽ ലൈക്ക് ചെയ്യാനോ ഒന്നും പറഞ്ഞിട്ടില്ല. അത് മാത്രമല്ല, കണ്ടിന്യൂ ആയിട്ട് വീഡിയോസ് ഇടുന്ന ഒരാളല്ല ഞാൻ. കാരണം എൻ്റെ ഒരു ബിസിനസ് ഇതിലൂടെ വളർത്തിക്കൊണ്ട് വരിക എന്നൊരു ഉദ്ദേശത്തോടു കൂടിയാണ് ഞാൻ ഇതിലേക്ക് വന്നത്. അപ്പോൾ പിന്നെ ഓരോരോ ക്വസ്റ്റ്യൻസിന് ഓരോരോ മറുപടി പറയാം. കുറേ പേര് ചോദിക്കുന്നുണ്ട് ചാനൽ മോണിറ്റൈസ് ആയി എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ചാനലൊക്കെ മോണിറ്റൈസ് ആയിട്ടുണ്ട്. പിന്നെ വേറെന്താണ്, പിന്നെ അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പോഴത്തേക്ക് എങ്ങനെയാണ് ഇതിലേക്ക് വന്നത്, പിന്നെ ഇതിലോട്ട് ഇതുപോലുള്ള സംരംഭമൊക്കെ ചെയ്യാൻ വേണ്ടി ഒരുപാട് പൈസയുടെയൊക്കെ ആവശ്യമില്ലേ എന്നൊക്കെ വെറുതെ വീട്ടിലിരുന്ന് മടുത്ത്, എനിക്ക് പ്രത്യേകിച്ചൊരു കഴിവുമില്ല, എനിക്ക് എന്തെങ്കിലും ചെയ്യണമെന്നുണ്ട്, പക്ഷേ ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല, എന്തെങ്കിലും ഒരു ഐഡിയ പറഞ്ഞു തരുമോ എന്നൊക്കെ ചോദിച്ചിട്ടൊക്കെ മെസ്സേജ് അയക്കുന്ന ആൾക്കാരുണ്ട് കേട്ടോ. അപ്പോൾ അവരുടെ അടുത്തൊക്കെ എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ ഈ ബിസിനസ് മാത്രമല്ല കേട്ടോ ബിസിനസ്, നിങ്ങൾക്ക് എന്തും ചെയ്യാൻ പറ്റും. ഇനിയിപ്പോൾ ഓണം വരുന്നത്. അപ്പോൾ ഓണത്തിന് നമുക്ക് നമ്മുടേതായ രീതിയിൽ എന്ത് സാധനം വേണോ നമുക്ക് സെയിൽ ചെയ്ത്, നമ്മുടെ ഈ ഒരു ബിസിനസ് പറയുമ്പോൾ നമുക്ക് എന്തെങ്കിലും ഒരു ലാഭം ഉണ്ടാക്കുക എന്നുള്ള ഒരു ഉദ്ദേശത്തോടു കൂടി ചെയ്യുന്നതാണ്. അപ്പോൾ അതിന് നമുക്ക് എന്ത് സാധനം വേണം, ഇപ്പോൾ നമ്മൾ ഉണ്ടാക്കുന്ന സാധനം തന്നെ നമ്മൾ സെയിൽ ചെയ്യണം എന്നൊരു നിർബന്ധമൊന്നും ഇല്ല. ഇപ്പോൾ അങ്ങനെ ഒരു നിയമമൊന്നും എങ്ങും എഴുതി വെച്ചിട്ടില്ല, ആരും കൊണ്ടുവന്നിട്ടില്ല. നിങ്ങൾക്കിപ്പോൾ ഇപ്പോൾ ഓണം ആയതുകൊണ്ട് ഞാൻ പറയുകയാണ്, ഇപ്പോൾ ഓണത്തിന് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ബിസിനസ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരാളാണെങ്കിൽ ഇപ്പോൾ ഈ ഓണത്തിന് നിങ്ങൾക്ക് അതിലേക്ക് ഇറങ്ങാൻ പറ്റിയ സമയമാണ്. നിങ്ങൾ ഒരുപാട് വെയിറ്റ് ചെയ്തിരിക്കേണ്ട, കാരണം ഓണത്തിന് ഇനി കുറച്ച് ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾ എന്തെങ്കിലും ബിസിനസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഈ ടൈമിൽ ചെയ്താൽ അത് നല്ലൊരു തുടക്കമായിരിക്കും. ഇപ്പോൾ നിങ്ങൾ ഓൺലൈൻ വഴിയാണ് ബിസിനസ് ചെയ്യാൻ ഒരുങ്ങുന്നത്, അതായത് യൂട്യൂബ് വഴിയോ ഇൻസ്റ്റാഗ്രാം വഴിയോ ഒക്കെയാണ് ബിസിനസ് ചെയ്യാൻ ഒരുങ്ങുന്നത് എന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ഓണത്തിന് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റിയ ബിസിനസ് എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് വില കുറച്ച് കിട്ടുന്നത്, അതായത് മറ്റുള്ള സ്ഥലങ്ങളിൽ കിട്ടാൻ പാടായിട്ടുള്ള എന്തെങ്കിലും സാധനങ്ങളുണ്ടെങ്കിൽ അതൊക്കെ നമുക്ക് നമ്മുടെ ബിസിനസ്സായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്നതാണ്. ഇപ്പോൾ ഓണമല്ലേ, അപ്പോൾ ഓണം ആകുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് പാചകമൊക്കെ നന്നായിട്ട് അറിയാവുന്നവരൊക്കെ ആണെങ്കിൽ ചിലരൊക്കെ ഈ അച്ചാറിൻ്റെ കോഴ്സ്, അതുപോലെ
ഈ പലഹാരങ്ങളൊക്കെ ഉണ്ടാക്കുന്ന കോഴ്സുകളൊക്കെ ഓരോ സ്ഥലത്ത് പഠിപ്പിക്കുന്നുണ്ട്. അപ്പോൾ അതുപോലെയൊക്കെ പോയി പഠിച്ചവർ, അല്ലാതെ തന്നെ നല്ല കൈപ്പുണ്യമുള്ള നന്നായിട്ട് പാചകം ചെയ്യാൻ പറ്റുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലുള്ള അച്ചാറുകൾ, അതല്ലെങ്കിൽ ശർക്കര വരട്ടി, അല്ലെങ്കിൽ ഏത്തക്ക ചിപ്സ്, ഇതുപോലുള്ള സാധനങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ട് നിങ്ങൾക്ക് നിങ്ങളെ ബ്രാൻഡിന് ഒരു പേരിട്ട് നിങ്ങൾ കുറേശ്ശെ ഇപ്പോൾ നമ്മൾ കുറേ പേരും പറയുന്ന പരാതിയാണ്, വീട്ടിനടുത്തുള്ള ആൾക്കാരും അറിയാവുന്ന ആൾക്കാരുമാണ് കൂടുതലും നമ്മളെ ബിസിനസ്സിനെ പിന്താങ്ങാത്തത് എന്ന് പറയുന്നുണ്ട്. അത് എല്ലായിടത്തും അങ്ങനെ തന്നെ. അത് കാലക്രമേണ നമ്മളെ അറിഞ്ഞുകൂടാത്തവർ നമ്മളെ പെട്ടെന്ന് അംഗീകരിക്കും കേട്ടോ. നമ്മളെ അറിയാവുന്നവർ, നമ്മളെ ഏറ്റവും അടുത്തറിയുന്നവർ എല്ലാവരും അംഗീകരിച്ചതിന് ശേഷം മാത്രമേ നമ്മൾ അംഗീകരിക്കത്തുള്ളൂ. ഇത് ഞാൻ എൻ്റെ അനുഭവത്തിൽ നിന്ന് പറയുന്ന കാര്യമാണ് കേട്ടോ. കാരണം ഞാൻ ആദ്യമേ ബോയ ഉണ്ടാക്കി സെയിൽ ചെയ്ത സമയത്ത്, ബോയല്ല എന്ത് സാധനമായാലും, ഇപ്പം ഞാൻ എൻ്റെ ഉദാഹരണം പറയുകയാണ്. ഇപ്പോൾ എനിക്കൊരു വീട്ടിലിരുന്നൊരു വരുമാനം എന്നും പറഞ്ഞ് ഞാൻ ഇറങ്ങിയത് ഇതിലേക്കാണ്. അപ്പോൾ ആദ്യമേ ഞാൻ ചെറിയ രീതിയിൽ ബോയും സ്ലൈഡും ക്ലിപ്പും ഒക്കെ ഉണ്ടാക്കി സെയിൽ ചെയ്ത സമയത്ത്, നമ്മൾ വാട്സപ്പിലൊക്കെ സ്റ്റാറ്റസ് ഇടുന്ന സമയത്തുണ്ടല്ലോ, നമ്മളെ ഏറ്റവും വേണ്ടപ്പെട്ട ആൾക്കാരൊക്കെ വന്നിട്ട് നമ്മളടുത്ത് ഇതിൻ്റെ വിലയൊക്കെ ചോദിച്ചിട്ട് അവരൊരു ചിരിക്കുന്ന ഒരു ഇമോജി ഇട്ട് തന്നിട്ടങ്ങ് പോകും. പിന്നെ ചിലരൊക്കെ ആ പ്രായത്തിലുള്ള മക്കളൊക്കെ ഉള്ളവരാണെങ്കിൽ വാങ്ങാൻ കേട്ടാൽ ഓണം ആവട്ടെ അല്ലെങ്കിൽ സ്കൂൾ തുറക്കട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് പോകും. പിന്നെ അവരെയും പൊടിയിട്ട് നോക്കിയാലും കാണത്തില്ല. പിന്നെ നമ്മളവരെ കാണുമ്പോഴത്തേക്ക് അവരെയൊക്കെ മക്കളെ തലയിലൊക്കെ നല്ല അടിപൊളിയായിട്ടുള്ള ബോയും കാര്യങ്ങളൊക്കെ ഇരിക്കും. അപ്പോൾ ഇതെവിടെ നിന്ന് വാങ്ങിയാണെന്ന് നമ്മൾ പിള്ളേരോട് ചോദിച്ചാൽ പിള്ളേർ പറയും കടയിൽ പോയി വാങ്ങിയതാണ്, നല്ല റേറ്റ് കൊടുത്ത് വാങ്ങിയതാണ് എന്നൊക്കെ പറയും. അത് നമ്മളെ ബാധിക്കുന്ന വിഷയമല്ല. പക്ഷേ നമ്മളുമായിട്ട് കൂടുതലൊന്നും അടുപ്പം ഇല്ലാത്ത ആൾക്കാർ, എന്തായാലും നമ്മൾ നന്നാവുന്നത് കൊണ്ട് അവർക്ക് പ്രത്യേകിച്ച് നഷ്ടമൊന്നുമില്ല എന്ന് ചിന്തിക്കുന്ന ആൾക്കാർ മാത്രമേ നമ്മളെ വേണം ആദ്യമേ സാധനങ്ങൾ വാങ്ങത്തുള്ളൂ. എനിക്കും ആദ്യമേ അങ്ങനെ തന്നെയായിരുന്നു. പക്ഷേ ഇപ്പോൾ അതിന് ഒരുപാട് മാറ്റം വന്നിട്ടുണ്ട് കേട്ടോ. കാരണം മറ്റുള്ളവരെല്ലാവരും നമ്മൾ അംഗീകരിച്ച് കഴിയുമ്പോഴത്തേക്ക് ഇവർക്കും അംഗീകരിക്കാതിരിക്കാൻ പറ്റത്തില്ല എന്നൊരവസ്ഥ വരുമ്പോഴത്തേക്ക് ഇവർ അംഗീകരിക്കും. പിന്നെ 1-2 ആൾക്കാർ അതിൻ്റെ ഇടയിലും എൻ്റെ 5 രൂപ കൊണ്ട് അവൾ നന്നാവണ്ട എന്ന് ചിന്തിക്കുന്നവർ കാണും. അപ്പോൾ അവരെയൊന്നും നിങ്ങൾ ചിന്തിക്കേണ്ട ആവശ്യമേ ഇല്ല. നിങ്ങൾ ചെയ്യുന്ന സംരംഭം ഇപ്പം ഏറ്റവും അടുത്തറിയാവുന്നവർ വാങ്ങിയില്ലെങ്കിലും ആരെങ്കിലുമൊക്കെ വാങ്ങാനുണ്ടാവും എന്നൊരു ചിന്തയോടുകൂടി നിങ്ങളൊരു ബിസിനസ് വളർത്തിയെടുക്കാൻ ശ്രമിക്കണം. അപ്പം ഇപ്പോൾ പറഞ്ഞു വന്നതെന്ന് പറയുമ്പോഴത്തേക്ക് ഇപ്പോൾ ഓണമാണല്ലോ. അപ്പോൾ ഓണമായിട്ട് ബന്ധപ്പെട്ട കുറേ കാര്യങ്ങൾ നമുക്ക് സെയിൽ ചെയ്യാനും പറ്റും. ഇപ്പോൾ ഓണത്തിനിപ്പം ഏറ്റവും കൂടുതൽ പെൺപിള്ളേരെന്ന് പറയുമ്പോഴത്തേക്ക് ഓണത്തിന് എടുക്കുന്ന ഡ്രസ്സുകളാണ് കൂടുതലും. ഡ്രസ്സ്, പിന്നെ ജ്വല്ലറി ഐറ്റംസ്, പിന്നെ മുല്ലമൊട്ടുമാല എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ ആർട്ടിഫിഷ്യലായിട്ടുള്ള മുല്ലപ്പൂ നിങ്ങൾ കുറേ പാക്കറ്റ്, ഒരു 3-4 പാക്കറ്റ് വാങ്ങിയിട്ട് അത് കോർത്തിട്ട് അത് നിങ്ങൾക്ക് ഇൻസ്റ്റാഗ്രാമിലോ യൂട്യൂബിലോ എങ്ങനെയാണെന്ന് വെച്ചാൽ അത് സെയിൽ ചെയ്യാൻ പറ്റും. കാരണം അതൊക്കെ അടുത്തൊക്കെയുള്ള കടകളിലൊക്കെ കിട്ടാനായിട്ട് പാടായിരിക്കും. അപ്പോൾ അങ്ങനെയൊക്കെ സെയിൽ ചെയ്യാൻ പറ്റും. ഇതുപോലെ തന്നെ ധാവണി സെറ്റ്, പിന്നെ മുണ്ടും നേരിയതും, ഇതൊക്കെയാണ് ഓണത്തിൻ്റെ ഒരു ആൾക്കാർക്കുള്ള ഒരു ഇത്. പിന്നെ കൊച്ചുങ്ങളെ പട്ടുപാവാട. അപ്പോൾ അതൊക്കെ നമുക്ക് കിട്ടാൻ വേണ്ടി ആദ്യം നമുക്കൊരു സപ്ലയർ ചെയ്യണം ആവശ്യമില്ലേ. അപ്പോൾ നമുക്ക് ഇത് ആരും ഹോൾസെയിൽ റേറ്റ് നമ്മളെ വീട്ടിൽ കൊണ്ട് തരത്തില്ല. അപ്പോൾ നമ്മൾ ഒരു ദിവസം നമുക്കായിട്ട് മാറ്റി വെച്ച് നമ്മൾ കാലത്തെ ഒന്ന് വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് നിങ്ങൾ ഏറ്റവും വലിയ കടകളിൽ നിങ്ങൾ കയറിപ്പോയി നിങ്ങൾ സാധനം ചോദിച്ചു കഴിഞ്ഞാൽ ഒരു കടക്കാരും നിങ്ങൾക്ക് ഹോൾസെയിൽ വിലയ്ക്ക് തരത്തില്ല. എന്ന് വെച്ചാൽ ഏറ്റവും ചെറിയ കടകളിലും പോകരുത്. നിങ്ങൾ കുറച്ചൊന്ന് നിങ്ങൾക്ക് അത്യാവശ്യം കച്ചവടമുള്ള നമുക്ക് ചില കടകൾ കാണുമ്പോൾ അറിയാമല്ലോ, അത്യാവശ്യം കച്ചവടവും കാണും, അവിടെ ഇച്ചിരി റേറ്റ് കുറവായിരിക്കും എന്നുള്ള കടകളിൽ ചെന്നിട്ട് നിങ്ങൾ ആദ്യം ചെന്ന് സാധനങ്ങളെ റേറ്റും കാര്യങ്ങളും ഒക്കെ ചോദിച്ചതിന് ശേഷം നിങ്ങൾ പറ്റുമെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഈ മാനേജർമാരാരെങ്കിലും കാണുമല്ലോ, അവർ ചെന്ന് കണ്ടിട്ട് നിങ്ങൾ ചോദിക്കുക, എനിക്ക് ഇതുപോലെ കച്ചവടം ചെയ്യാനാണ്, നിങ്ങൾക്കാണെന്ന് പറയരുത്. അപ്പോൾ അവരൊരിക്കലും റേറ്റ് കുറച്ച് തരത്തില്ല. എനിക്ക് കച്ചവടം ചെയ്യാനാണ്, എനിക്കൊരു ചെറിയ സംരംഭം തുടങ്ങാനാണ്, എനിക്ക് ഇത്ര പീസ് എടുത്താൽ എത്ര രൂപയ്ക്ക് തരാൻ പറ്റും, ആ പീസ് വിറ്റ് കഴിഞ്ഞാൽ ഞാൻ ഇനിയും വാങ്ങാം എന്നൊരു നിങ്ങളുടെ അവസ്ഥ അവരുടെ അടുത്ത് ചോദിക്കുക. അപ്പം എനിക്ക് തോന്നുന്നത് അങ്ങനെയൊക്കെ ആകുമ്പോഴത്തേക്ക് മിക്കവാറും ഉള്ളവർ ഒരു നല്ല കാര്യത്തിനല്ലേ എന്ന് വിചാരിച്ച് നിങ്ങൾക്ക് ഹോൾസെയിൽ റേറ്റിന് തരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ അതിൻ്റെ ഇപ്പോൾ ഒരു 5 സെറ്റ് എടുത്തുകൊണ്ട് വന്നാലും നിങ്ങൾക്ക് അതിൽ നിന്ന് ഒരു 100 രൂപ വെച്ച് ലാഭം കിട്ടിയാലും 500 രൂപ ലാഭമാവുമല്ലോ അല്ലേ. അപ്പോൾ അവർ കടയിൽ കൊടുക്കുന്നേക്കാളും കുറച്ച് പൈസ നിങ്ങൾക്ക് ഡിസ്കൗണ്ട് ഇട്ട് തരും. അപ്പോൾ അതിൻ്റെ കൂടെ നിങ്ങൾക്ക് നഷ്ടമില്ലാത്ത ഒരു കുറച്ച് എമൗണ്ടും കൂടെ നിങ്ങൾക്ക് കൂട്ടി അത് സെയിൽ ചെയ്യാൻ പറ്റും.
അതിപ്പോൾ ഡ്രസ്സായാലും അതുപോലെ തന്നെ നിങ്ങൾക്കിപ്പോൾ ജുവലറി ഐറ്റംസ് ആയാലും ജുവലറി ഐറ്റംസൊക്കെ നിങ്ങൾ ഹോൾസെയിലായിട്ട് വാങ്ങി വലിയ ലാഭമൊന്നും പ്രതീക്ഷിക്കേണ്ട. ആദ്യം നമ്മൾ എന്ത് ബിസിനസ് ചെയ്താലും വലിയ ലാഭം പ്രതീക്ഷിക്കേണ്ട. വലിയ ലാഭം പ്രതീക്ഷിച്ച് നിങ്ങൾ ഒന്നിലോട്ടും ചാടി ഇറങ്ങരുത്. ഈ പറയുന്ന ഞാൻ പോലും നഷ്ടങ്ങളിൽ നിന്നാണ് ഇപ്പം പിന്നീട് കരപിടിച്ച് കയറിയത്. എന്നിരുന്നാൽ പോലും ചില സന്ദർഭങ്ങളിൽ നമുക്ക് നഷ്ടങ്ങളും വരും. അപ്പോൾ നമ്മൾ ഈ നമ്മുടെ നഷ്ടങ്ങൾ നമ്മുടെ ലാഭം കൊണ്ട് നമ്മളിങ്ങനെ ടാലിയാക്കി കൊണ്ടുപോകാൻ വേണ്ടി ആദ്യം പഠിക്കണം. അതൊക്കെ കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്, പക്ഷേ പതിയെ നമുക്ക് ശീലമാവും. കാരണം നമുക്ക് കിട്ടുന്ന ലാഭം മുഴുവൻ എടുത്ത് നമ്മൾ ചിലവാക്കരുത്. നമുക്ക് കിട്ടുന്ന ലാഭം കുറച്ച് നമ്മൾ മാറ്റി വെച്ചേക്കണം. കാരണം നഷ്ടം വരുമെങ്കിൽ അതിൽ വെച്ച് ബാലൻസ് ചെയ്ത് പോകാൻ വേണ്ടിയിട്ട് നമ്മൾ ശ്രമിക്കുക. അപ്പോൾ ഞാനിപ്പോൾ പറഞ്ഞു വന്ന എന്താണ്, ഡ്രസ്സ്. അപ്പോൾ ഓണത്തിൻ്റെ കുറച്ച് ഡ്രസ്സ് എടുത്ത് നിങ്ങൾക്ക് ഓൺലൈനായിട്ട് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ജുവലറി ഐറ്റംസ് ഹോൾസെയിലായിട്ടൊക്കെ ജുവലറി വിൽക്കുന്ന കടകളൊക്കെ കാണും. അവിടെ ചെന്നിട്ട് നമ്മൾ അവിടെ ചെന്ന് അവരെ കയ്യിൽ നിന്ന് നേരിട്ട് വാങ്ങിച്ചാൽ നമുക്കാണെന്ന് വിചാരിച്ച് അവർ വലിയ റേറ്റൊന്നും കുറയ്ക്കത്തില്ല. ചെന്നിട്ട് നിങ്ങൾ സംസാരിക്കുക, എനിക്കിതുപോലെ ഓൺലൈനായിട്ട് സെയിൽ ചെയ്യാനാണ്, അപ്പോൾ എനിക്ക് കുറച്ച് റേറ്റ് കുറച്ച് തരാൻ പറ്റുമെന്ന് ചോദിക്കുക. അപ്പോൾ നിങ്ങൾ എടുക്കുമ്പോൾ എന്ത് സാധനമായാലും 1-2 പീസ് എടുക്കാതെ അതിൻ്റെ ഒരു സെറ്റായിട്ട് എടുക്കാൻ വേണ്ടി ശ്രമിക്കുക. അപ്പോൾ അതൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും. പിന്നെ പിന്നെ നിങ്ങൾക്ക് ഇതുപോലെ ഞാൻ പറഞ്ഞതുപോലെ അച്ചാറൊക്കെ ഇടാൻ പറ്റുന്നവർക്ക് അങ്ങനെയൊക്കെ ചെയ്യാം. പിന്നെ ഈ ഓണവിപണികളുണ്ടല്ലോ, ഓണവിപണികളിലൊന്നും കൊണ്ടുപോയിട്ട് വലിയ കാര്യമില്ല എന്നാണ് എൻ്റെ അഭിപ്രായം. കാരണം ഞാൻ കഴിഞ്ഞ വർഷത്തെ ഓണവിപണിയിൽ കൊണ്ടുപോയിട്ട് വെറുതെ പോയിരുന്നിട്ട് തിരിച്ചു വരികയാണ് ചെയ്തത്. അപ്പോൾ അതിലൊന്നും കൊണ്ടുപോയിട്ട് കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നില്ല. പിന്നെ പലയിടത്തും പല നാട്ടുകാരും പല ആൾക്കാരും ആണല്ലോ, അപ്പോൾ ചിലപ്പം സെയിലൊക്കെ നടക്കുമായിരിക്കും. പിന്നെ നിങ്ങൾ അടുത്തതായിട്ട് എനിക്ക് പറയാനുള്ള പിന്നെ കുറേ പേര് മെസ്സേജ് അയക്കുന്നുണ്ടേ, ഈ ഫാൻസി സാധനങ്ങൾ എവിടെ നിന്നാണ് ചേച്ചി ഈ ചേച്ചിക്ക് കിട്ടുന്നത്, ഇത് എവിടെ നിന്ന് എടുക്കാൻ പറ്റുമെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. 1-2 കടക്കാരെ കൊണ്ട് അവരെയൊക്കെ എടുക്കുന്ന കൂട്ടത്തിൽ പുറത്തുനിന്നൊക്കെയാണ് ഞാൻ എടുപ്പിച്ചത്. പിന്നെ ആയപ്പോഴത്തേക്ക് ആ കടക്കാർ തന്നെ എടുത്ത് മൊത്തത്തിൽ എല്ലാവർക്കും ഇതുപോലെ എടുത്ത് കൊടുക്കാൻ തുടങ്ങിയപ്പോഴത്തേക്ക് പിന്നെ ഞാൻ അങ്ങനെയുള്ള പരിപാടി നിർത്തിയിട്ട് എവിടെ നിന്നാണോ എനിക്ക് വില കുറച്ച് കിട്ടുന്നത്, അപ്പോൾ എനിക്കൊരു 5 പൈസയെങ്കിലും അതിൽ ലാഭം കിട്ടുന്ന കടകൾ തോറും കയറി ഇറങ്ങിയാണ് എടുക്കുന്നത്. അപ്പം കുറേ പേര് ചിന്തിക്കുന്നുണ്ട്, ഇതെന്ന് പറയുമ്പോൾ നല്ല എളുപ്പമുള്ള ജോലിയാണ്, ഇങ്ങോട്ട് കൊണ്ടുവയ്ക്കുക മറിച്ച് ലാഭത്തിന് വിൽക്കുക എന്ന്. അങ്ങനെയൊന്നുമല്ല. നമ്മൾ ഈ ഒരു ദിവസം ഫുള്ള് മെനക്കേടാണ് നമ്മൾ ഈ കടകളിലെല്ലാം കയറി ഇറങ്ങി നടക്കുക എന്ന് പറയുന്നത്. പിന്നെ എനിക്ക് പിന്നെ പ്രത്യേകിച്ച് വേറെ തൊഴിലൊന്നും ഇല്ലല്ലോ, കാരണം ഞാൻ വേറെ ജോലിക്കൊന്നും പോകുന്ന വ്യക്തിയല്ലല്ലോ. അതുകൊണ്ട് ഒരു ദിവസം കാലത്തെ ഇറങ്ങി ഇതെല്ലാം കളക്ട് ചെയ്ത് കൊണ്ടുവന്നിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, സെയിൽ ചെയ്യുന്നത്. അപ്പോൾ അതുപോലെയാണ് ഈ ഫാൻസി സാധനങ്ങളും. നിങ്ങളെ അടുത്ത് ഉള്ള കടകളിൽ ഏതെങ്കിലും വലിയ ഫാൻസി കടകളിൽ ചെന്നിട്ട് അവരുടെ അടുത്ത് ചോദിക്കുക, എനിക്കിതുപോലെ ഫാൻസി സാധനം വേണം. അപ്പോൾ അവരെടുത്ത് വെച്ചാൽ പൊട്ടിച്ച ഐറ്റംസ് ഒന്നും നിങ്ങളെ എന്ന് ചോദിച്ച് കളയരുത്. കഴിഞ്ഞാൽ അവർ കൊടുക്കുന്ന റേറ്റിനെ തരും. ഇതുപോലെ ബൾക്കായിട്ട് നിങ്ങൾക്ക് എടുക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ അങ്ങനെ എടുത്തിട്ട് നിങ്ങൾ റീസെല് ചെയ്യുക. എന്ന് വെച്ചിട്ട് പോയി 10,000 രൂപയ്ക്ക് സാധനം എടുത്തിട്ട് ഞാൻ പറഞ്ഞിട്ടാണ് സാധനം എടുത്തതെന്ന് പറഞ്ഞ് വീട്ടിൽ വെച്ചുകൊണ്ടിരുന്നിട്ടൊന്നും കാര്യമില്ല. അങ്ങനെയല്ല, ഒരുപാട് ഐറ്റംസ് ഒന്നിച്ചെടുക്കാതെ കുറച്ച് ഐറ്റംസ് ഒരുമിച്ചെടുത്ത് അതൊന്ന് സെയിൽ ചെയ്ത് നോക്കുക. അത് സെയിൽ ചെയ്തിട്ട് നമുക്ക് ലാഭം ഉണ്ടെങ്കിൽ മാത്രം നമ്മൾ അടുത്തയിലോട്ട് തിരിയുക. അപ്പോൾ അത് സെയിലായില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് അത് അല്ലാതെ കുറച്ച് കൊടുത്താലും നമുക്ക് ലാഭം ഉണ്ടാക്കി എടുക്കാൻ പറ്റുന്ന രീതിയിൽ അത്രയും മാത്രം നിങ്ങൾ എടുക്കുക. അങ്ങനെ സെയിൽ ചെയ്യാൻ പറ്റുമെങ്കിൽ അങ്ങനെ ചെയ്യുക. അപ്പോൾ ഞാൻ അങ്ങനെയൊക്കെയാണ് ചെയ്യുന്നത്. പിന്നെ അടുത്തതായിട്ട് വേറെന്താണ് ചോദിച്ചിട്ടുള്ളത്? പിന്നെ കുറേ പേര് ചോദിക്കുന്നുണ്ട്, അപ്പോൾ എൻ്റെ കയ്യിൽ നിന്ന് ചേച്ചി വാങ്ങിയിട്ട് ചേച്ചി വിറ്റോളൂ എന്നൊക്കെ ചോദിക്കുന്ന കുറേ പേരുണ്ട്. പിന്നെ ഞാൻ ഉണ്ടാക്കുന്ന ബോയുടെ ഫോട്ടോ ചേച്ചി സ്റ്റാറ്റസ് വയ്ക്കാവോ എന്നൊക്കെ ചോദിക്കുന്നവരുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ളവരടുത്ത് എനിക്ക് പറയാനുള്ളത്, ഞാൻ ഒരു സാധനവും ചെയ്തിങ്ങനെ കൂട്ടി വെക്കുന്ന ആളല്ല. കാരണം അങ്ങനെ കൂട്ടി വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മളിപ്പോൾ ഈ ബീഡ്സ് വെച്ചിട്ടുള്ള ബോയൊക്കെ ഉണ്ടല്ലോ, ഈ കോപ്പർ ബോയിൽ ചെയ്യുന്ന ബീഡ്സ് വെച്ചിട്ടുള്ള ബോയൊക്കെ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. 1-2 ബോയ് ഇരിക്കുന്നുണ്ട്, ഞാൻ കാണിച്ചു തരാൻ കേട്ടോ. ജസ്റ്റ് 1 മിനിറ്റ്. ഇതെല്ലാം ബീഡ്സ് വെച്ചിട്ട് ഞാൻ ചെയ്ത് വെച്ച ബോയാണ് കേട്ടോ. ഇതല്ല, ഇനി കുറേ ഉണ്ട്. ഇത് നിങ്ങൾ കണ്ട കളർ മാറിപ്പോയേക്കുന്നുണ്ട, കളർ മാറിപ്പോയേക്കുന്നുണ്ട. ഇതൊക്കെ ഇതുപോലുള്ള കുറേ ബോ ഞാൻ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇപ്പോൾ ഇതിൽ 1-2 പീസേ ഉള്ളൂ. ബാക്കിയെല്ലാം ഞാൻ എൻ്റെ കയ്യിൽ നിന്ന് ബോയൊക്കെ വാങ്ങിക്കുന്നവർക്ക് ഞാൻ ഫ്രീ ആയിട്ട് കൊടുക്കുകയാണ് ചെയ്തത്. കാര്യമെന്ന് പറഞ്ഞാൽ നമ്മൾ ഈ സാധനങ്ങൾ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഈ സംഭവം എന്ത് പറ്റുമെന്ന് വെച്ചാൽ കുറേ നാൾ കഴിയുമ്പോൾ ഇതിൻ്റെ കളറ് പോയിട്ട് തുരുമ്പ് പോലെ പറ്റിപ്പിടിക്കാൻ ചാൻസ് ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മളിനി ഏത് ബീഡ്സ് ഇട്ട് ചെയ്താലും, എത്ര നല്ല ബീഡ്സ് ഇട്ട് ചെയ്താലും
കുറേ നാൾ കഴിയുമ്പോഴത്തേക്ക് ഇതാ മാത്രമല്ല നമ്മൾ ഇതിനകത്ത് പശ തേക്കുന്നത് കൊണ്ടായിരിക്കുമെന്ന് തോന്നുന്നു. പശ തേച്ച് ചെയ്യുന്നത് കൊണ്ട് ഇത് ഈ പ്ലാസ്റ്റിക് ബീഡ്സിനോ ഇതിനൊന്നും ഒരു കുഴപ്പമില്ല. പക്ഷേ ഇവിടെ വൈറ്റ് ആയാലും ഗോൾഡ് ആയാലും മറ്റേത് കളറായാലും അത് കുറച്ച് നാൾ കഴിയുമ്പോൾ ഒരു തുരുമ്പ് പോലെ വന്ന് നശിച്ചു പോകും. അത് മാത്രമല്ല നമ്മൾ പിന്നെ ഇത് മാത്രമല്ല എന്ത് സാധനം ചെയ്ത് വെച്ചാലും അത് കുറേ നാൾ ഇരിക്കുമ്പോഴത്തേക്ക് നമ്മൾ സെയിൽ ചെയ്യാതിരിക്കുമ്പോഴത്തേക്ക് അതില്ലാതായി പോകും കേട്ടോ. അത് നമ്മൾ ഡെയിലി യൂസ് ചെയ്യുന്നില്ലല്ലോ, ഒരു സ്ഥലത്ത് വെച്ചേക്കല്ലേ. അപ്പോൾ അതുകൊണ്ട് അതില്ലാതായി പോകാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഞാൻ തന്നെ ഒരു സാധനങ്ങളും ചെയ്തിങ്ങനെ സ്റ്റോക്ക് ചെയ്ത് വെക്കുന്നില്ല. എനിക്ക് ഞാനിതിൽ കുറേ ഫോട്ടോസ് എടുത്തിട്ടുണ്ട് കേട്ടോ. എൻ്റെ ഗാലറിയിൽ കുറേ ഫോട്ടോസ് ഉണ്ട്. കുറേയൊക്കെ ഞാൻ ചെയ്തത്, കുറേയൊക്കെ നമ്മൾ ഈ ഫേസ്ബുക്കിൽ മാർക്കറ്റ് പ്ലേസ് എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട് ഫേസ്ബുക്കിനകത്ത്. ഞാൻ അതെല്ലാവർക്കും പറഞ്ഞു കൊടുക്കുന്നതാണ്. അപ്പോൾ അതിൽ കുറേ പേരിങ്ങനെ ചെയ്തിട്ട് ബോസിൻ്റെ ഫോട്ടോസ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഞാൻ അതെല്ലാം സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ആ ബോയുടെ ഫോട്ടോ ക്രോപ്പ് ചെയ്ത് എടുത്ത് വെച്ചിട്ട് എൻ്റെ അടുത്ത് വേണമെന്ന് പറയുന്നവർക്കെല്ലാം ഞാൻ അതെടുത്ത് അതിൻ്റെ ഫോട്ടോസാണ് കാണിക്കുന്നത്. അല്ലാന്നുണ്ടെങ്കിൽ അത് തന്നെയാണ് ഞാൻ സ്റ്റാറ്റസായിട്ട് വെക്കുന്നത്. അപ്പം അത് കണ്ടിട്ട് ഓർഡർ തരുന്നവർക്ക് അതുപോലെ ഞാൻ ചെയ്തു കൊടുക്കും. അതല്ല കുറച്ച് വ്യത്യസ്തമായിട്ട് ആർക്കെങ്കിലും എന്തെങ്കിലും വേണമെന്ന് പറയുകയാണെങ്കിൽ അപ്പോഴാണ് നമ്മളെ ഉള്ളിലെ കഴിവ് പുറത്തെടുക്കുന്നത് കേട്ടോ. അതെങ്ങനെയാണെന്ന് വെച്ചാൽ ഇപ്പോൾ ഒരാൾ ഒരു ബർത്ത്ഡേക്ക് ഒരു ബോ വേണം എന്ന് പറയുകയാണെങ്കിൽ അയ്യോ അത് പറഞ്ഞപ്പോഴാണ് ഓർത്തത്, ഇന്ന് ആമിയുടെ കൂട്ടുകാരിയുടെ അമ്മയ്ക്ക് ഒരു കൊച്ചിൻ്റെ ബർത്ത്ഡേക്ക് കൊടുക്കാൻ പിസ്ത കളറിലെ ബോ ചെയ്ത് ആമിയുടെ കയ്യിൽ കൊടുത്തു വിടണേന്ന് പറഞ്ഞ് ഞാൻ മറന്നുപോയി. ഇന്ന് വൈകിട്ടത്തെ ഫംഗ്ഷന് കൊണ്ട് കൊടുക്കാനാണെന്ന് പറഞ്ഞ ഡ്രസ്സിൻ്റെ കൂടെ. അപ്പോൾ അതിൻ്റെ അടി എനിക്ക് പെൻഡിങ്ങാണ്. ഓക്കെ. അപ്പോൾ അതുപോലെയൊക്കെ നമുക്ക് ഓർഡറുകൾ കിട്ടുമ്പം ചിലർ വിളിച്ചിട്ട് അവർക്ക് ഇങ്ങനെ പ്രത്യേകിച്ച് മോഡലൊന്നും കാണില്ല, ഇന്ന കളറിൽ ഇന്ന കുറച്ച് ഹെവി ആയിട്ട് വർക്കൊക്കെ ഉള്ള ബോ ചെയ്യുക, അല്ലെങ്കിൽ കുറച്ച് ലൈറ്റായിട്ടുള്ള ബോ ചെയ്യുമെന്ന് പറയുമ്പോഴത്തേക്ക് സിമ്പിളായിട്ടൊക്കെ ചെയ്യാൻ പറയുമ്പോഴത്തേക്ക് നമ്മൾ ഈ മോഡലൊന്നും നോക്കത്തില്ല. നമ്മളുടേതായ ഐഡിയയിൽ പുതിയൊരു മോഡൽ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. ആ സമയത്തൊക്കെയാണ് ഞാൻ എൻ്റെ ഉള്ളിലെ കഴിവെല്ലാം ഇങ്ങനെ വാരി വിതറുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ടിട്ടാണ് കുറേ പേര് ചോദിക്കുമ്പോഴത്തേക്കും ഞാൻ റിപ്ലൈ വേണ്ടാന്ന് പറയുന്ന കാര്യം ഇതാണ്. അല്ലാതെ എനിക്കിപ്പം ഒരു കടയുണ്ടെങ്കിൽ സെയിൽ ചെയ്യാൻ എനിക്കൊരു കടയുണ്ടെങ്കിൽ ശരിയാണ്, എനിക്ക് നിങ്ങളെ കയ്യിൽ നിന്ന് വാങ്ങി വെച്ച് അവിടെ ഇരുന്ന് ആൾക്കാരാരെങ്കിലുമൊക്കെ വന്ന് വാങ്ങിക്കൊണ്ട് പോകുമെന്ന് വിചാരിക്കുക. ഇതിപ്പോൾ നമ്മളെ കയ്യിൽ നിന്നും ഇതുപോലെ ആൾക്കാർ സ്റ്റാറ്റസ് കണ്ടിട്ടും എന്തെങ്കിലും ആവശ്യങ്ങൾ വരുമ്പോഴും ഒക്കെ ഓർഡർ തന്നിട്ട് ഞാനിങ്ങനെ വാങ്ങി നിങ്ങളുടെ കയ്യിൽ നിന്ന് നിങ്ങൾക്ക് പൈസ തന്ന് ഞാൻ വാങ്ങി വെച്ചിട്ട് ഇതെല്ലാം സംഭവം എൻ്റെ കയ്യിൽ ഇരുന്ന് ചീത്തയായി പോകത്തേ ഉള്ളൂ. പിന്നെ ഇൻഡിപെൻഡൻസ് ഡേയുടെ കുറേ ബോ ചെയ്തിട്ട് കുറേ പടങ്ങൾ എനിക്ക് കുറേ പേര് ഫോട്ടോസ് അയച്ച് തന്നിട്ട് ഇത് സ്റ്റാറ്റസ് വയ്ക്കാമോ ചേച്ചി, ഇത് സെയിൽ ചെയ്യാമോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഒന്നാമത്തെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇൻഡിപെൻഡൻസ് ഡേയുടെ സാധനങ്ങൾ എൻ്റെ നാട്ടിൽ സെയിലില്ല. ഒന്നാമത്തെ കാര്യം സെയിൽ കുറവാണ്. കാരണം ഇൻഡിപെൻഡൻസ് ഡേക്ക് ഈ നാട്ടിലുള്ള പിള്ളേരായിട്ട് സ്കൂളിൽ പോകുന്നതായിട്ട് എനിക്ക് അറിവില്ല. പിന്നെ സ്കൂളിൽ ഈ ദേശീയ ഗാനം പാടാനും അതുപോലെയൊക്കെയുള്ള പിന്നെ ഈ സ്കൗട്ടിലൊക്കെ ഉള്ള കൊച്ചുങ്ങളുണ്ടല്ലോ, അങ്ങനെ JRC അതുപോലെയൊക്കെ ഉള്ള കുട്ടികൾ മാത്രമേ പോകുന്നതായിട്ട് എനിക്ക് തോന്നുന്നുള്ളൂ. ഞാൻ പഠിച്ചപ്പോഴൊന്നും ഞാൻ പോയിട്ടില്ല ഇൻഡിപെൻഡൻസ് ഡേക്ക്. എൻ്റെ മക്കളെ ഇതുവരെയ്ക്കും ഇൻഡിപെൻഡൻസ് ഡേക്ക് ഞാൻ സ്കൂളിൽ വിട്ടിട്ടില്ല. കാരണം അന്ന് സ്കൂൾ വണ്ടി കാണത്തില്ല, നമ്മൾ കൊണ്ടാക്കണം, വിളിച്ചുകൊണ്ട് വരണം. അപ്പോൾ അത് കാരണം നമ്മൾ അന്നത്തെ ദിവസം സ്കൂളിൽ വിടത്തില്ല. അതുപോലെ ഈ അടുത്തൊന്നുമുള്ള കുട്ടികളും ആ ദിവസം സ്കൂളിൽ പോകുന്നതായിട്ട് എനിക്കറിവില്ല. അതുകൊണ്ട് ഞാൻ സ്റ്റാറ്റസ് വെച്ചിട്ട് എൻ്റെ പരിചയത്തിലുള്ള ആരും ഇൻഡിപെൻഡൻസ് ഡേയുടെ ബോ വാങ്ങുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം എനിക്ക് ഇത്രയും ദിവസത്തിനിടയ്ക്ക് കഴിഞ്ഞ വർഷം ഇൻഡിപെൻഡൻസ് ഡേയുടെ മറ്റേ ഫോം ഫ്ലവർ വെച്ചിട്ടുള്ള ബ്രൂച്ചിൻ്റെ ഓർഡറൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് ഒരു സ്കൂളിലൊരു കൊച്ച് ഇതിനൊക്കെ ഉള്ള കൊച്ചാണ്. അപ്പോൾ അവിടെ എന്തോ അന്ന് പരിപാടിയുണ്ട്, അതിനെ അവതരിപ്പിക്കാൻ വേണ്ടി ഈ 3 കളറിലുള്ള സംഭവങ്ങൾ ചെയ്തു കൊടുക്കാൻ പറഞ്ഞു. ഞാൻ നല്ല വിലയ്ക്കുള്ള സാധനങ്ങൾ തന്നെ ചെയ്തു കൊടുത്തു. പക്ഷേ ഈ വർഷം എനിക്ക് ഇതുവരെയ്ക്ക് ഇൻഡിപെൻഡൻസ് ഡേയിൽ ഒരു സംഭവം പോലും ഓർഡർ കിട്ടിയിട്ടില്ല. അപ്പോൾ ഇൻഡിപെൻഡൻസ് ഡേയുടെ സാധനങ്ങൾ വാങ്ങാത്ത കാര്യം അതാണ്. അത് ഞാനിങ്ങനെ സ്റ്റാറ്റസ് ഇട്ട് എന്തെങ്കിലും എൻക്വയറി വരികയാണെങ്കിൽ ചെയ്ത് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട്. പക്ഷേ ഇൻഡിപെൻഡൻസ് ഡേയുടെ കാര്യം ആരും ചോദിച്ചിട്ടില്ല. വേറെ എന്തെങ്കിലുമൊക്കെയാണ് നമ്മൾ ഈ മാർക്കറ്റ് പ്ലേസിൽ നിന്ന് എടുത്ത് സ്റ്റാറ്റസ് ഇടുകയാണെങ്കിൽ ആരെങ്കിലുമൊക്കെ ചോദിക്കും, നമ്മൾ ചെയ്ത് കൊടുക്കും. അപ്പോൾ അതാണ് കാര്യം. അതുകൊണ്ടിട്ടാണ് ഞാൻ ആരെ കയ്യിൽ നിന്നും സാധനം വാങ്ങിയിട്ട് മറിച്ച് കൊടുക്കാമോ എന്ന് ചോദിച്ചപ്പോൾ പറ്റത്തില്ല എന്ന് പറഞ്ഞത്. പിന്നെ യൂട്യൂബ് എന്ന് പറയുമ്പോൾ അതൊരു ഭാഗ്യ പരീക്ഷണമാണ്. ചിലർക്കത് സക്സസ് ആവും, ചിലർക്ക് സക്സസ് ആവില്ല. ചിലരൊക്കെ ഓടിക്കൊണ്ട് വന്ന് വെറുതെ എന്തെങ്കിലുമൊക്കെ ചെയ്യും, പക്ഷേ അവർക്ക് നല്ല വ്യൂവും കാര്യങ്ങളൊക്കെ ആയിരിക്കും. കുറേ പേരൊക്കെ ഉണ്ട് കേട്ടോ, എത്ര കഷ്ടപ്പെട്ടാണ് വീഡിയോ ചെയ്യുന്നതെന്ന് അറിയാമോ. പക്ഷേ അവർ വീഡിയോയ്ക്കൊന്നും ഒരു വ്യൂവോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരിക്കത്തില്ല. അത് നിങ്ങൾക്ക് ആർക്കെങ്കിലും യൂട്യൂബിൽ ചാനൽ തുടങ്ങണമെന്ന് തോന്നി അങ്ങ് തുടങ്ങിക്കൊള്ളുക. അതിൽ പിന്നെ സംശയിച്ചിരിക്കേണ്ട കാര്യമൊന്നുമില്ല. കാരണം നമ്മൾ പൈസയൊന്നും മുടക്കുന്നില്ലല്ലോ. ഭാഗ്യ പരീക്ഷണമാണ്. ചിലപ്പോൾ പെട്ടെന്നൊക്കെ കയറി വീഡിയോ ക്ലിക്ക് ആവാനും റീച്ച് ആവാനും ഒക്കെ ചാൻസ് ഉണ്ട്.
അപ്പോൾ അതൊക്കെ ചെയ്യണം എന്നൊരു ചിന്തയായിട്ട് നിൽക്കുകയാണെങ്കിൽ അങ്ങനെ ചെയ്യണം. ഇത്രയും എനിക്ക് പറയാനുള്ളൂ. പിന്നെ ഓണമായിട്ട് എന്തെങ്കിലുമൊക്കെ സംഭവങ്ങൾ ഇതുപോലെ എടുത്ത് സെയിൽ ചെയ്യാം. നിങ്ങൾക്ക് എന്തും എടുത്ത് സെയിൽ ചെയ്യാം. ഓണം എന്ന് പറയുമ്പോഴത്തേക്കാണ് നമുക്കൊരു ചാകര എന്ന് വെച്ചാൽ ഓണത്തിന് നമുക്ക് എന്താണ് ഒരു ഓണമാകുമ്പോൾ നമ്മളെയൊക്കെ വീട്ടിൽ ഒരുപാട് സാധനങ്ങൾ വാങ്ങിക്കത്തില്ലേ. നമുക്ക് ഒരുപാട് എന്തെല്ലാം സാധനങ്ങൾക്ക് വേണ്ടിയാണ് ആവശ്യമുള്ളതും ഇല്ലാത്തതും എല്ലാം പൈസ ചിലവാക്കി വാങ്ങിക്കുന്ന സമയമാണ് ഓണം. അപ്പം ആ സമയത്ത് ഇപ്പം നമ്മളെ നാട്ടിൽ കിട്ടുന്ന എന്ത് സാധനമായാലും നമുക്ക് ഒരു കുറച്ച് പൈസ കുറച്ച് കിട്ടുമെന്നുണ്ടെങ്കിൽ അതെല്ലാം വാങ്ങിച്ച് നിങ്ങൾ ഒരുപാടൊന്നും വാങ്ങിക്കണ്ടല്ലോ. നിങ്ങൾ കുറച്ച് വാങ്ങി ഒന്ന് ശ്രമിച്ച് നോക്കുക. പിന്നെ കുറച്ച് വാങ്ങി ശ്രമിച്ച് നോക്കി ആൾക്കാർക്ക് വേണമെന്ന് പറഞ്ഞതിന് ശേഷം മാത്രം നിങ്ങൾ കൂടുതലെടുത്ത് ഓർഡർ എടുത്തതിന് ശേഷം അവർ പേയ്മെൻറ്റ് ചെയ്തിട്ട് സാധനം വാങ്ങി നിങ്ങൾ അയച്ചു കൊടുക്കുക. അല്ലാതെ കുറേ പേര് ഇപ്പോൾ വന്ന് പറയും എനിക്കിത് ഇത്രയും എണ്ണം വേണമെന്ന് പറയും. അവരെ വാക്കും കേട്ട് നിങ്ങൾ പോയി എടുത്തുകൊണ്ട് വെച്ചാൽ അവരെ പിന്നെ കാണത്തുമില്ല. എൻ്റെ അനുഭവങ്ങളാണ് ഇതെല്ലാം. കാരണം ബീഡ്സ് തന്നെ പുതിയ മോഡൽ ബീഡ്സ് വരുമ്പോൾ കുറേ പേര് വാട്സപ്പിൽ വന്നിട്ട് പറയും ചേച്ചി എനിക്കിതിൻ്റെ എല്ലാം ഈ 2 പാക്കറ്റ് വെച്ച് വേണം, എനിക്കിത് ഇതുപോലെ ഈ 8 പാക്കറ്റ് എനിക്ക് വേണം കേട്ടോ, ഞാൻ നാളെ പൈസ ഇടാം ചേച്ചി എടുത്ത് വെച്ചേക്കണേ, നാളെ പൈസ ഇടാം, നാളെ ഉച്ചയ്ക്ക് പൈസ ഇടാമെന്നൊക്കെ പറഞ്ഞ് പോകും. അപ്പം ഞാൻ എന്ത് ചെയ്യുന്നത് വെച്ചാൽ അപ്പോൾ അവർ നാളെ പൈസ ഇടുമല്ലോ എന്ന് പറഞ്ഞ് അപ്പോഴേ തന്നെ കുറേ ബീഡ്സ് എല്ലാം കൂടെ എടുത്ത് പൈസ ചിലവാക്കി കൊണ്ടുപോയിക്കും. പക്ഷേ അവരെ പിന്നെ നമ്മൾ കാണത്തു പോലുമില്ല. പിന്നെ നമ്മൾ അങ്ങോട്ട് ചോദിക്കാനും പോകത്തില്ലല്ലോ, വേണമെന്ന് ചോദിക്കാനും പോകത്തില്ല, അവർ ആ വഴിയിൽ നിന്ന് പോകും. അതുകൊണ്ട് അപ്പോൾ പിന്നെ അതെല്ലാം നമുക്ക് പോവും. പക്ഷേ നമുക്ക് ഉടനടി ഒരു സാധനം സെയിലാവത്തില്ല. കുറേ ദിവസം ഇരുന്നിട്ടായിരിക്കും നമുക്കിങ്ങനെ കുറേശ്ശെ പൊട്ടിച്ചാണല്ലോ നമ്മൾ കൊടുക്കുന്നത്. അപ്പോൾ നമുക്ക് ആ പൈസ തിരിച്ച് വരാൻ വേണ്ടി സമയമെടുക്കും. അതുകൊണ്ട് ആരെങ്കിലും വേണമെന്ന് പറയുന്നിട്ട് നിങ്ങൾ കുറേ സാധനം വാങ്ങി വെക്കരുത്. അവർ പൈസ ഇട്ടതിന് ശേഷം അവരുടെ അടുത്ത് പറയുക മുമ്പേ നിങ്ങൾ ഓർഡർ എടുത്തതിന് ശേഷം 2 ദിവസം കഴിഞ്ഞിട്ട് മാത്രമേ ഞാൻ അയക്കത്തുള്ളൂ, അല്ലെങ്കിൽ 3 ദിവസം ഇത്രാം തീയതി മാത്രമേ ഞാൻ അയക്കത്തുള്ളൂ എന്ന് പറഞ്ഞിട്ട് പൈസ വാങ്ങിയതിന് ശേഷം നിങ്ങൾ വാങ്ങിച്ച് സെയിൽ ചെയ്യാൻ നോക്കണം. പിന്നെ വേറൊരു കാര്യം പറയാനുള്ളതെന്ന് പറയുമ്പോഴത്തേക്ക് നമ്മളെടുക്കുന്ന സ്ഥിരം സാധനങ്ങൾ വാങ്ങുന്ന ആൾക്കാരുണ്ടല്ലോ. ഇപ്പം കൊച്ചുങ്ങൾക്ക് ബോയൊക്കെ വാങ്ങിക്കുന്നവരായാലും ഒരു ഓണമൊക്കെ ആകുമ്പോഴത്തേക്ക് ഒരു ബോയൊക്കെ നമ്മൾ ഫ്രീ ആയിട്ട് കൊടുക്കുക. ഞാൻ ചെയ്യുന്ന കാര്യമാണ് ഞാൻ പറഞ്ഞത്. ഒരു ഓണം അല്ലെങ്കിൽ ഒരു 500 രൂപ കൂടുതൽ സാധനമൊക്കെ വാങ്ങിച്ച് ചിലർ നമ്മളെ കയ്യിൽ നിന്ന് ഒരു 50 രൂപയുടെ ബോ വാങ്ങിക്കാൻ വരുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ അല്ലെങ്കിൽ ഒരു മാലയ്ക്ക് വേണ്ടി വരുന്നതായിരിക്കും. പക്ഷെ അവർ നമുക്ക് ഒരു ഒരു ലാഭം ആവട്ടെ, അവർക്കൊരു സഹായം ആവട്ടെ എന്ന് വിചാരിച്ച് കുറേ പൈസക്കൊക്കെ സാധനം വാങ്ങി. അപ്പോൾ അങ്ങനെ ഉള്ളവർക്കൊക്കെ നമ്മൾ പിശുക്ക് കാണിക്കാതെ നമ്മളൊരു 10-50 രൂപയുടെ സാധനമൊക്കെ ഫ്രീ ആയിട്ട് കൊടുക്കുക. അപ്പോൾ ആ കൊച്ചുങ്ങൾക്ക് ഒരു സന്തോഷമാവും, നമുക്ക് പിന്നെയും സെയിലും കിട്ടും. ഇതൊക്കെയാണ് എൻ്റെ ചെറിയ ബിസിനസ് ഐഡിയാസ്. അപ്പോൾ ഞാനിതൊക്കെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തെന്നേ ഉള്ളൂ. അപ്പോൾ അതൊക്കെ കൊണ്ടിട്ടാണ് ഞാനിങ്ങനെ ഈ ഫീൽഡിൽ പിടിച്ചിരിക്കുന്നത് കേട്ടോ. ഇനിയിപ്പോൾ അഥവാ എൻ്റെ യൂട്യൂബ് ചാനൽ കൂട്ടിപ്പോയാലും എൻ്റെ മെറ്റീരിയലൊന്നും സെയിലായില്ലെങ്കിൽ പോലും ഇനിയിപ്പോൾ ഇങ്ങനെയൊക്കെ അങ്ങ് മുമ്പോട്ട് പോകാനുള്ള ആൾക്കാരെ ഞാൻ സമ്പാദിച്ച് വെച്ചിട്ടുണ്ട്. അതിപ്പോൾ എന്നെ അറിയാവുന്നവർക്കെല്ലാം ഇപ്പോൾ ഏകദേശം അറിയാമല്ലോ ഞാൻ ഇന്നതാണ് പരിപാടി. അപ്പോൾ ഇപ്പം ഒരു ബർത്ത്ഡേ ആയാലും ഒരു സ്കൂൾ ഉറപ്പായാലും അല്ലെങ്കിൽ ഇപ്പോൾ ഒരു സ്കൂളിലൊരു പ്രോഗ്രാമുണ്ട്, ഡാൻസ് പ്രോഗ്രാം ആയാലും എന്നെ വിളിച്ച് ചോദിക്കും ഇന്ന ഒരു ഇതാണ്, അപ്പോൾ ഇതിന് എന്തൊക്കെ സാധനങ്ങൾ വേണം എന്നൊക്കെ ചോദിക്കും. അത് ചെയ്യാൻ പറ്റുമെന്നൊക്കെ ചോദിക്കുമ്പോൾ നമുക്കൊരു സന്തോഷമാണ്. നമുക്ക് ആ വർക്ക് കിട്ടിയാലും ഇല്ലെങ്കിലും അവരെ ആ സമയത്ത് ഓർക്കുന്നല്ലോ എന്നൊരു സന്തോഷം. അങ്ങനെ കുറേ പേര് അങ്ങനെയുള്ള വർക്കുകളൊക്കെ തരുമല്ലോ, തന്നില്ലെങ്കിൽ പോലും അവർ നമ്മളെ വിളിച്ച് തിരക്കുമല്ലോ. അപ്പോൾ നമ്മൾ അവരെ അംഗീകരിച്ച് കഴിഞ്ഞു എന്നൊരു സന്തോഷം നമുക്കുണ്ടാവും. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് എനിക്ക് നിങ്ങളടുത്ത് ഇന്ന് ഷെയർ ചെയ്യാനുള്ളത്. അപ്പം ഓണമാണ് വരുന്നത്. നിങ്ങൾ കൃത്യമായിട്ടിരുന്ന് നന്നായിട്ട് ആലോചിക്കുക, എന്ത് സാധനം വെച്ച് നമുക്ക് ചെറിയൊരു ബിസിനസ് ചെയ്യാൻ പറ്റുമെന്ന് ചിന്തിക്കുക. അതിന് വേണ്ടിയിട്ട് ചെറിയൊരു മുടക്ക് മുതൽ നിങ്ങൾ കണ്ടെത്തുക. ആ മുടക്ക് മുതലിൽ നിന്ന് കിട്ടുന്ന ലാഭം കൊണ്ടുപോയി അടിച്ചു തീർക്കാതെ ആ പൈസ സൂക്ഷിച്ച് വെച്ചിട്ട് അതിൻ്റെ ലാഭം സൂക്ഷിച്ച് വെച്ചിട്ട് അതിൽ നിന്ന് വേണം നിങ്ങൾ അടുത്ത സാധനങ്ങളെടുത്ത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഇങ്ങനെ കയറി വരാനായിട്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ എനിക്ക് നിങ്ങളടുത്ത് പറയാനുള്ളൂ. അപ്പോൾ ഓണമാണ്, ശ്രദ്ധിച്ച് സൂക്ഷിച്ച് പുതിയൊരു ബിസിനസ് ചെയ്യാൻ പറ്റുന്നവരെല്ലാം ചെയ്യാൻ നോക്കുക. പിന്നെ വെറുതെ ഇരുന്ന് നമ്മൾ കളയുന്ന സമയം എന്തിനെങ്കിലും വേണ്ടി സ്പെൻഡ് ചെയ്യുക. തയ്യലൊക്കെ അറിയാവുന്നവരാണെങ്കിൽ ചെറുതായിട്ട് നമുക്ക് കൊച്ചുങ്ങൾക്കുള്ള പട്ടിൻ്റെ ഫ്രോക്ക് ഉണ്ടല്ലോ, ചെറിയ കുഞ്ഞുടുപ്പ് ഫ്രോക്ക് ഒക്കെ ഉണ്ടാക്കി സ്റ്റാറ്റസ് വെച്ച് നമുക്ക് ഒരു 2 മീറ്റർ തുണി വാങ്ങിക്കുന്ന പാടല്ലേ ഉള്ളൂ. ഒരു കുഞ്ഞുടുപ്പ് പട്ടിൽ ഒരു കുഞ്ഞുടുപ്പും ചെയ്ത് അതിൻ്റെ കൂടെ ഒരു ബോയും ഉണ്ടാക്കി ഒരു ചെറിയ ക്ലിപ്പും ഒക്കെ ആ കട്ട് പീസിൽ നിന്ന് തന്നെ ഒരു ബോയും ഒരു ക്ലിപ്പും ഒക്കെ ഉണ്ടാക്കി വെച്ചിട്ട് നമുക്കത് വാട്സപ്പിൽ സ്റ്റാറ്റസൊക്കെ ഇട്ട് ഇത്ര രൂപയാണെന്നൊക്കെ പറഞ്ഞൊക്കെ ഇടാം. അതൊക്കെ നമുക്ക് ലാഭമില്ലേ? അതിൽ നിന്നൊക്കെ കിട്ടുന്ന പൈസ എന്ന് പറയുമ്പോൾ നമുക്ക് അത്യാവശ്യം കുഴപ്പമില്ലാത്ത ലാഭമൊക്കെ കിട്ടും. അപ്പോൾ അത് കണ്ട് ഇപ്പോൾ തയ്യലറിയാവുന്നവർക്ക് അങ്ങനെയൊക്കെ ചെയ്യാൻ കേട്ടോ. കാരണം ഞാൻ തയ്യലൊന്നും പഠിച്ചിട്ടില്ല. ഞാൻ ഈ തയ്ക്കുന്നു എന്നല്ലാതെ എനിക്ക് തയ്യലിൻ്റെ ABCD എന്ന് പറഞ്ഞില്ല. ഞാൻ പഠിച്ചിട്ടില്ല,
തയ്ക്കും, അത്രയേ ഉള്ളൂ. പക്ഷേ എനിക്ക് അങ്ങനെ വേറൊരാൾക്ക് തയ്ച്ച് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള അളവും കാര്യങ്ങളൊന്നും എനിക്കറിഞ്ഞൂടാ. എനിക്കും ആമിക്ക് മാത്രമേ ഞാൻ തയ്ച്ചിട്ടുള്ളൂ. അതുകൊണ്ട് പിന്നെ അത്യാവശ്യം ഇതുപോലെ ആരെങ്കിലും തന്നാൽ ഞാൻ തയ്ച്ചു കൊടുക്കും. അടി കിട്ടില്ല എന്ന് ഉറപ്പുള്ളവർക്ക് മാത്രമേ തയ്ച്ചു കൊടുക്കൂ. അടി കിട്ടുമെന്ന് ഉറപ്പുള്ള ആർക്കും ഞാൻ തയ്ച്ചു കൊടുക്കില്ല. കാരണം അവരുടെ തുണി വാഴിപ്പോയാൽ നമ്മൾ വേറെ വാങ്ങിച്ച് കൊടുക്കേണ്ടി വരുമെന്നുള്ളവർക്ക് ആർക്കും ഞാൻ തയ്ച്ചു കൊടുക്കില്ല. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ എനിക്ക് നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യാവുള്ളൂ. പിന്നെ എന്തെങ്കിലും ഡൗട്ട് നിങ്ങൾക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ അടിയിൽ കമൻറ്റായിട്ട് രേഖപ്പെടുത്താം. അപ്പോൾ എൻ്റെ കണ്ണിൽ കാണുന്ന മെസ്സേജൊക്കെ എല്ലാം ഞാൻ റിപ്ലൈ തരുന്നതാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പം മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും ബൈ ബൈ.